ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഒരു അടിപൊളി മാംഗോ ഡെസേർട്ട് റെസിപ്പി കണ്ടാലോ? നല്ല പഴുത്ത മാങ്ങ 2 പിന്നെ ബ്രെഡ്, പിന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ, ഇത്രയും ഉണ്ടായാൽ മതി. മാംഗോ ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു പാനിലോട്ട് മാറ്റി ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ 1/2 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് നേരം കഴിഞ്ഞാൽ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാവും. ആ സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നട്ട്സ് ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. പിന്നെ ഞാനിവിടെ കാഷ്യൂ നട്ട്സും വാൾനട്ടും ആണ് എടുത്തിട്ടുള്ളത്. നട്ട്സ് നന്നായി റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കസ്റ്റാർഡാണ്. അത് അധികം തിക്കായിട്ട് വേണ്ട, കുറച്ച് ലൂസായിട്ട് മതി. നമുക്ക് ബ്രെഡ് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. ബ്രെഡ് സ്ലൈസസ് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള സ്ലൈസസ് എടുത്താൽ മതി. ബ്രെഡ് ഓരോ സ്ലൈസായിട്ട് നമുക്ക് ഈ കസ്റ്റാർഡ് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ട്രേയിലോട്ട് നിരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മീതിയായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ലെയർ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുക. ഞാനിവിടെ 2 ലെയേഴ്സേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 ലെയേഴ്സ് ആക്കിയിട്ട് മാറ്റാം. ബ്രെഡ് സ്ലൈസസ് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് കട്ട് ചെയ്യാൻ മറന്നു പോകരുത്. മാംഗോ പൾപ്പ് സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. 3-4 ഹവേഴ്സിന് ശേഷം നമുക്കിത് സെറ്റായിട്ട് കിട്ടും. ബ്രെഡ് സ്ലൈസസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിംഗ് അല്ലെങ്കിൽ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആ ബാക്കിയുള്ള കസ്റ്റർഡ് കൂടി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മാംഗോ പൾപ്പ് ഒഴിച്ച് കഴിക്കാം. ഷുഗർ നല്ലോണം വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇന്നത്തെ ഈ ഡെസേർട്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.